ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എൻ്റെ ദൈവം ഇടയാക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അവിടെ ബഥാനിയയിൽ ലാസർ എന്നു പേരുള്ള ഒരുവൻ ദീനമായി കിടന്നിരുന്നു. നമുക്കവിടെ വായിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും, കർത്താവിനെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിരുന്ന ഒരു ഫാമിലി. അതിൽ 2 സഹോദരിമാർ, മാർത്തയും മറിയയും. അവരുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നിരുന്നത്. എന്നാൽ യേശുവിനെ അവരറിയിച്ചു. യേശു അവൻ ദീനമായി കിടക്കുന്നെന്ന് ഇവരെ അറിയിച്ചു. എന്നാൽ യേശു അങ്ങോട്ട് വരുവാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഈ ലാസർ മരണപ്പെട്ടു. യേശു കുറച്ച് വൈകിയാണ് ഈ ബഥാനിയിലേക്ക് വരുന്ന വേദഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ യേശു വന്നെന്നറിഞ്ഞ് മാർത്ത ഓടിച്ചെന്ന് അവനെ എതിരേൽക്കുവാൻ ചെന്നു. നമുക്കവിടെ കാണുവാൻ പറ്റുന്നതാണ്. മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യം, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മറിയ വീട്ടിലിരുന്നു. അത്രയും പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം. മറിയ വിചാരിച്ചു കാണും, ഇത്രയും അടുപ്പവും ഇത്രയും അടുത്ത് നിന്നിട്ടും കർത്താവേ, നിന്റെ വചനങ്ങളൊക്കെ ഞാൻ നിന്നോട് ചേർന്ന് നടന്ന് പഠിച്ചിട്ടും നീ എന്നെ ഉപദേശിക്കുകയും ഞാനത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടും നിന്റെ കാൽക്കൽ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഭവനത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി വന്നത്? സ്തോത്രം. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കർത്താവേ, ഞാൻ എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, എന്നും കുർബാന കൊള്ളും, മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങളിലെല്ലാം ഞാൻ മുന്നിട്ട് ഇറങ്ങി നിൽക്കുകയും എല്ലാ കാര്യത്തിനും ഞാൻ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ മറിയ ഒരുപക്ഷെ ഇതൊക്കെ ആലോചിച്ച് വീട്ടിലിരുന്നു. ഇനി എന്തോ ചെയ്യാനാ? മരിച്ചു, കല്ലറയ്ക്കൽ വെച്ചു, ഇനി എന്തുവാ? എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്, ഇല്ലേ? നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിലെങ്കിലും ചോദിക്കും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നിലവിളിച്ചിട്ടും എന്തുകൊണ്ടാ ദൈവമേ എനിക്ക് ഈ പ്രശ്നങ്ങളും എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ? ഞാൻ എല്ലാറ്റിനും മുന്നില്ല. പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല, കൊടുക്കാതിരുന്നിട്ടില്ല, കുർബാന കൈക്കൊള്ളാതിരുന്നിട്ടില്ല. നമുക്കവിടെ കാണാൻ പറ്റും, മാർത്ത ഓടിച്ചെന്ന് അവനെ എതിരേറ്റു ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. എന്നാൽ നമുക്ക് 28-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. മാർത്ത പോയി തൻ്റെ സഹോദരിയായ മറിയയോട് പറഞ്ഞു, മറിയെ സ്വകാര്യമായി വിളിച്ചു, ഇന്നുപോലെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കോണം, മാർത്തയ്ക്ക് മനസ്സിലായി അവൾ വരാതിരിക്കുന്നതിൻ്റെ കാരണം. എന്നിട്ട് പോയി പറഞ്ഞു, തൻ്റെ സഹോദരിയോട് പറയുക, നീ വാ, ഗുരു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, യേശു വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് മറിയെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ യേശു അതുവരെ നോക്കിക്കോണം, 30-ാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗം. യേശു 28, 29, 30 മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ ഉടനെ അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. സ്തോത്രം. കണ്ടില്ലേ? നിന്റെ വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നടക്കുമ്പോൾ, നിന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഒരുമിച്ച് വരാതെ, എൻ്റെ അടുക്കിലേക്ക് വരാതെ, ആ പ്രശ്നത്തിന്, അത് ചിലപ്പോൾ ചെറിയ വിഷയമായിരിക്കത്തില്ല,
ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമോ അല്ലെങ്കിൽ മരണത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കടഭാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നമ്മുടെ കുടിയോ അങ്ങനെ എന്തെങ്കിലും മോശമായ നമുക്ക് നമ്മുടെ വിഷയങ്ങളുടെ സീരിയസ്നെസ് അറിയാവുന്നത് നമുക്കാണ്. അല്ലെങ്കിൽ ഒരു ജോലി ഭാരമോ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും ഒരു സ്ഥിരതയില്ലായ്മയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വിഷയം അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നടക്കുമ്പോൾ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ അടുക്കിലോട്ട് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അറിയുന്ന ഒരു പൈതലാണോ, ഒരു മകനാണോ മകളാണോ നീയെങ്കിൽ ഏത് വിഷയമായാണ് നീ മുന്നിൽ വന്ന ഒരാളല്ല, നീയും കൂടെ ഒരാൾക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ ഒരു വിഷയമാകുമ്പോൾ നിന്റെ സഹോദരന് ഒരു ജീവിതമില്ലെങ്കിൽ, തൻ്റെ സഹോദരിക്ക് നല്ലൊരു ജീവിതമില്ലെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പുകൾ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ അകപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഒരുമിച്ച് എൻ്റെ അടുക്കൽ വാ. ഒരുമിച്ച് വന്ന വിഷയം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുവരെ യേശു ആ ഗ്രാമത്തിൽ കടന്നില്ല. മറിയ ഓടിച്ചെല്ലാതെ, മറിയ വന്ന് കാൽക്കൽ വീഴാതെ യേശു അവിടെ നിന്നു. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ അവൻ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അതിന്റെ 32ാമത്തെ വാക്യം, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ അവിടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം പുറത്തു വന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നമുക്ക് ആ വിഷയങ്ങളെ നമുക്കൊക്കെ നമ്മുടെ ഉൾമനസ്സിൽ നമുക്കൊന്ന് കാണുവാൻ പറ്റണം. എൻ്റെ പ്രിയ സഹോദരി, അവിടെ നമുക്ക് വായിക്കാം, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടു, ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. പ്രൈസ് ദി ലോർഡ്. യേശു കണ്ണുനീർ വാർത്തു. യേശു ഉള്ളം നൊന്ത് കലങ്ങി. എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? എൻ്റെ പ്രിയ സഹോദര, നീ ഒന്ന് കരഞ്ഞാൽ, നിന്റെ വിഷയം എത്ര ജീർണിച്ചതാണെങ്കിലും എത്ര നാറ്റം വെച്ച വിഷയമാണെങ്കിലും നീ ഒന്ന് കരഞ്ഞാൽ കൂടെ കരയാൻ ദൈവമുണ്ട്. യേശു കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ വിഷയത്തിന്മേൽ കരയാൻ നിന്റെ കൂടപ്പിറപ്പുകളോ നിന്റെ ബന്ധുക്കാരോ നിന്റെ കൂട്ടുകാരോ ആരുമില്ലെങ്കിലും നീ കരയുമ്പോൾ കൂടെ കരയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ ആ പ്രയാസങ്ങളെല്ലാം മറന്ന് അവളെ കണ്ടപ്പോൾ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ആ കരയുന്നതും അവിടെ കൂടെ വന്നവരെല്ലാം ആ കരയുന്നതും കണ്ടിട്ട് യേശുവിന് സഹിക്കാൻ പറ്റിയില്ല. അത് അവിടെ കാണിച്ചു തരുന്നത്, ചിലരൊക്കെ നമ്മൾ കരയുമ്പോൾ നമ്മളെ പുച്ഛിക്കാം, നമ്മൾ കരയുമ്പോൾ അവരൊക്കെ കരയുവാന്ന് വിചാരിച്ച് നമ്മളെ ചിരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നു, കരയുന്നവരോട് കൂടെ കരയണം, ചിരിക്കുന്നവരോട് ചിരിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. ഈ കരയുക എന്ന് പറയുന്നത് ഒരാളുടെ ബലഹീനതയല്ല. അവൻ്റെ ഉള്ളിൽ ഒരാൾ കരയുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം കാണും, അത്രയും സങ്കടം സഹിക്കാൻ പറ്റാതാവും. നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവർ കരയുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുക. ആദ്യം അവൻ്റെ പ്രശ്നങ്ങളിൽ ഒന്നും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുവല്ല. അവൻ എന്താ പറ്റി, അല്ലെ കരയാനുള്ള കാരണം എന്താ, പേടിക്കണ്ട, നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നീ ചെയ്തു കൊടുക്കണം. ഇവിടെ യേശു ചെയ്ത് അതാണ്. കരഞ്ഞ് അവിടെ കൂടെ നിന്ന് ചിരിക്കുവല്ല, അല്ലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയില്ല. അവിടെ യേശു കണ്ണുനീർ വാർത്തു. എന്നിട്ട് ഒറ്റ ചോദ്യമുള്ളൂ, അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ 39ാമത്തെ വാക്യത്തിൽ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി, കുഞ്ഞുങ്ങളെ, വിശ്വസിക്കുവാണെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം ഇന്ന് കാണാൻ പോകുന്നു. എത്ര നാറ്റം വെച്ച വിഷയമാണെങ്കിലും, എത്ര പ്രതികൂലമാണെങ്കിലും, എത്ര മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യരെ കൊണ്ട് ആ കല്ലറ വരെ ഉള്ളൂ. അവൻ മനുഷ്യരെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു. അവൻ മരിച്ചു, അവനെ റൂമാൽ ഇട്ട് മൂടി കെട്ടി അവനെ കല്ലറക്കൽ കൊണ്ടത് വെക്കാൻ മാത്രം അവിടം വരെ ഉള്ളത് മനുഷ്യരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു, കല്ലുരുട്ടി വെച്ചു. എന്നാൽ യേശു പറയുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും. യേശു അവിടെ നിന്ന് എന്താ ചെയ്തത്? അവിടെയും യേശു കർത്താവ് ചെന്ന് സ്വർഗത്തേക്ക് നോക്കിയാണ്. കർത്താവ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റും,
എന്താണ്? യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടി വരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് അവരോട് പറഞ്ഞു. നിന്റെ ജീവിതത്തിൻ്റെ കെട്ടഴിക്കണമെങ്കിൽ ശത്രു മൂടി വെച്ച റൂമാൽ കൊണ്ട് കെട്ടിയും നിന്നെ മൂടിയും കാലും കൈയും കെട്ടി ബന്ധിച്ചിരുന്ന ആ വിഷയം യേശു വന്ന് അവൻ്റെ കെട്ടഴിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു കർത്താവ് ഹല്ലേലൂയ നിന്നോട് കൂടെയുണ്ട്. അതെ, യേശു അവിടെ ചെന്ന് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. കർത്താവെ, നീ പിതാവേ, എന്തപേക്ഷാലും നീ എനിക്ക് തരുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിമിത്തമല്ല, ഈ ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് ഒരുപാട് അതിനകത്ത് ആ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൂടെ നമുക്ക് കോർത്തെടുത്താൽ പറയുവാൻ പറ്റും. സ്തോത്രം. എന്നാൽ ഞാൻ വേഗത്തിൽ ചുരുക്കിയാണ്. നിന്റെ വിഷയങ്ങൾ എത്ര ജീർണിച്ചതാണെങ്കിലും, നിന്നെ കെട്ടിവെച്ച വിഷയങ്ങളാണെങ്കിലും, നിന്റെ ശത്രുക്കളാകട്ടെ, കൂടപ്പിറപ്പുകളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരാണോ നിന്റെ ശത്രു, നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന വിഷയങ്ങൾ യേശു അതിന്മേൽ ഇന്ന് പ്രവർത്തിക്കും. യേശു നിന്റെ കെട്ടുകളെ അഴിച്ച് അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ്. നിന്റെ കുടുംബത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഒരാളല്ല, ഒരുമിച്ച് തൻ്റെ സഹോദരിയാകട്ടെ, സഹോദരന്മാരുടെ വിഷയമാകട്ടെ, ഒരുമിച്ച് ഒരു കുടുംബമായി മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും അവരുടെ കുടുംബം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ കാൽക്കൽ വീണാൽ, യേശു മനസ്സലിയുന്ന ദൈവമാ, അവിടെ കണ്ണുനീർ വാർക്കുന്ന ദൈവമാ, മനുഷ്യരെ പോലെ വെറുതെ പറയുന്ന ദൈവമല്ല, ചിരിക്കുന്ന ദൈവമല്ല. നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ അവൻ ചിരിക്കത്തില്ല, അവൻ ചുമ്മാ മാറി നിന്ന് ചിരിക്കുന്ന ദൈവമല്ല. ആ സ്പോട്ടിൽ, അത് നാളത്തേക്കല്ല, അവനെ വെച്ചത് ഇവിടെ 4 നാളായാലും നാറ്റം വെച്ച വിഷയമാണെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നു, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. ഒരുപാട് എന്നെ പരിശുദ്ധാത്മാവ് എന്നെ വളരെയധികം നിർബന്ധിക്കുന്നു. ഒരുപാട് പറയുവാനുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, വീണ്ടും നിന്റെ പ്രശ്നങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നിങ്ങളുടെ കെട്ടുകളെ, നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ വിടുവിപ്പാൻ, മരിച്ചവനെ ഉയർപ്പിപ്പാൻ ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you in Jesus' name. Amen. Amen. Amen.